ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് സ്പോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. കഴിഞ്ഞ PSC പരീക്ഷകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ചോദിച്ചു വരുന്നത് SCERT ബേസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി വരുന്ന PSC 10th പ്രിലിംസ് ആയാലും ഡിഗ്രി പ്രിലിംസ് ആയാലും HSA സോഷ്യൽ സയൻസ് തുടങ്ങിയ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്ററാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്ന വിപ്ലവങ്ങളെ പറ്റിയിട്ടാണ്. അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം തുടങ്ങി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിപ്ലവങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ ചില വരികൾ തന്നിട്ടാണ്. നമുക്ക് ആ വരികൾ എന്താണെന്ന് നോക്കാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. വരികൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇനി വരുന്ന PSC പരീക്ഷകൾക്കൊക്കെ ഈ 4 വരി തന്നിട്ട് ഏത് കവിയുടേതാണെന്നും ഏത് കവിതയിൽ നിന്നെടുത്തതാണെന്നും ചോദിച്ചു തന്നിരിക്കാം. അപ്പോൾ കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ പ്രധാനപ്പെട്ട വരികളാണ് ഇവ. ഇനി നെക്സ്റ്റ് അതിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് കുമാരനാശാൻ സ്മാരകം കായിക്കര. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കായിക്കരയിലാണ്. അപ്പോൾ അവിടെ അത്രയേ ഉള്ളൂ ചോദിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കിനി എന്താണ് വിപ്ലവങ്ങളെന്ന് നോക്കാം. എന്താണ് വിപ്ലവങ്ങൾ? അപ്പോൾ നമുക്കറിയാം, ഒരു 18ാം നൂറ്റാണ്ട് വരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കോളനി വാഴ്ചയാണ് നിലനിന്നിരുന്നത്. മുതലാളിത്ത രാജ്യങ്ങൾ ഈ കോളനി പ്രദേശങ്ങളെ പലതരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ അവർ ശക്തമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിപ്ലവങ്ങളെന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ചിലർ സഹന സമരത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലർ സായുധ സമരത്തിൻ്റെ പാത സ്വീകരിച്ചു. സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത്. അതുകൊണ്ട് അവ വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടപ്പോൾ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത അത് നേടിയെടുക്കുന്നതിനായിട്ട് പല മാർഗങ്ങൾ സ്വീകരിച്ചു. ചിലർ സമാധാനപരമായിട്ടാണെങ്കിൽ മറ്റു ചിലർ ആയുധപരമായിട്ടൊക്കെ ആയിരുന്നു അത് നേടിയെടുത്തത്. അതുപോലെ തന്നെ നിലവിലുണ്ടായിരുന്ന ഒരു സമൂഹത്തെ മാറ്റി പുതിയൊരു സമൂഹത്തിൽ രൂപം നൽകുക എന്നതാണ് വിപ്ലവങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവിടെ അത്രേ ഉള്ളൂ. ഇനി പ്രധാനമായിട്ടും പറയുന്നതെന്ന് വെച്ചാൽ വിപ്ലവങ്ങൾക്ക് കാരണമായിട്ടുള്ള പ്രധാന ഘടകങ്ങളെ പറ്റിയിട്ടാണ്. അതിൽ ഫസ്റ്റ് ഫാക്ടറാണ് നവോത്ഥാനം. നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലായാലും കാഴ്ചപ്പാടിലായാലും ജീവിതത്തിലായാലും ധാരാളം മാറ്റങ്ങൾ വരുത്തി. അവ ഏതെല്ലാം മാറ്റങ്ങളാണെന്ന് നോക്കാം. മാനവികത, ശാസ്ത്രബോധം, യുക്തിചിന്ത തുടങ്ങിയ മേഖലകളിലാണ് ഈ ഒരു നവോത്ഥാനം എന്ന് പറയുന്ന ആശയം ധാരാളം മാറ്റങ്ങൾ വരുത്തിയത്. യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഈ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രയോജനം നൽകി. നെക്സ്റ്റ് ഫാക്ടറാണ് ജ്ഞാനോദയം. ഈ ഒരു നവോത്ഥാനം വളർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൻ്റെ പല ഭാഗത്തും ജ്ഞാനോദയം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എമർജ് ചെയ്തു. അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. ജ്ഞാനോദയത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. ഇനി ജ്ഞാനോദയം എന്താണെന്ന് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ
ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്നാണ് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. യൂറോപ്പിലെ ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. യുക്തിചിന്തയ്ക്കാണിത് കൂടുതലായിട്ടും പ്രാധാന്യം നൽകിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ടാണ്. നോക്കാം. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കെട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. ആ ഒരു സൈഡിൽ ഒരു ചെറിയ ബോക്സിൽ ആ മുദ്രാവാക്യം കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ ഒരു മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അതിനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് നോക്കാം. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റക്കാരുടെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ ഈ ഒരു അമേരിക്കൻ വിപ്ലവത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ് ഇനി പറയുന്നത്. ഈ 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭമായപ്പോഴത്തേക്കും യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് വിഭവങ്ങൾ കൈയടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ജനങ്ങൾ വൻതോതിൽ കുടിയേറാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഈ ഒരു സമയത്തേക്ക് ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയിൽ 13 കോളനികൾ കൂടി സ്ഥാപിക്കുകയുണ്ടായി. തങ്ങളുടെ വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കിലാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റിലിസം എന്ന് അറിയപ്പെടുന്നു. ഇവിടെ പറയുന്നത് മെർക്കന്റിലിസത്തെ പറ്റിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് വടക്കേ അമേരിക്കയിൽ ഇംഗ്ലണ്ട് 13 കോളനികൾ സ്ഥാപിച്ചു എന്നാണ്. അപ്പോൾ ഈ ഇംഗ്ലണ്ടിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം വാണിജ്യമാണ്. ഈ അമേരിക്കൻ കോളനികളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്തതിന് ശേഷം അത് ഫാക്ടറികളിൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത് പുതിയ ഉൽപ്പന്നങ്ങളായിട്ട് തിരിച്ച് ഈ അമേരിക്കൻ കോളനികളിൽ തന്നെ വിൽക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു ഇംഗ്ലണ്ടുകാർ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ വാണിജ്യ നയത്തിനെ പറയുന്നത് മെർക്കന്റിലിസമാണ്. ഇംഗ്ലണ്ടിൻ്റെ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം എന്നറിയപ്പെടുന്നത്. ഇനി തന്നിരിക്കുന്നത് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ഇതാണ്. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഒന്നുകിൽ ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. നെക്സ്റ്റ്, കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. എന്ന് വെച്ചാൽ കോളനികളിലെ നിയമപരമായിട്ടുള്ള എല്ലാ പ്രമാണങ്ങളിലും ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. തേർഡ് വൺ, കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികൾ ഉൽപ്പാദിപ്പിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. ആൻഡ് ലാസ്റ്റ് വൺ, കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ തന്നെ നൽകണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളെന്ന് പറയുന്നത്. ഇനി ചെറിയൊരു ബോക്സിൽ അമേരിക്കയിലെ കുടിയേറ്റത്തെ പറ്റി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങളെന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൻകാലത്ത് അവർ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കളെന്ന് അറിയപ്പെട്ടു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോട്ടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഓർക്കാനുള്ള കാര്യം 1492 ക്രിസ്റ്റഫർ കൊളംബസ് ആണ് വടക്കേ അമേരിക്കയിലെത്തിയത്. പക്ഷേ അദ്ദേഹം ഇന്ത്യയിലാണ് എത്തിയതെന്ന് കരുതി അവിടുത്തെ ജനങ്ങളെ റെഡ് ഇന്ത്യക്കാരെന്ന് വിളിക്കേണ്ടത്. അവിടെ ഇത്രയേ ഉള്ളൂ ഓർത്തിരിക്കാനായിട്ട്. ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ
ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നുരങ്കമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന സംഭവം അരങ്ങേറിയത് 1773 ഡിസംബർ 16 പിന്നെ എത്ര പെട്ടി തേയിലയാണ് കടലിലേക്ക് വലിച്ചെറിഞ്ഞത്? 342 പെട്ടി. അവിടെ അത്രയാണ് മനസ്സിലാക്കാനുള്ള കാര്യം. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16 342 തേയിലപ്പെട്ടികളാണ് അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. നെക്സ്റ്റ്, ഇംഗ്ലീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും പരിചയപ്പെടാം. ജോൺ ലോക്ക്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. പറഞ്ഞത് ജോൺ ലോക്ക്. രണ്ടാമത്തേത് തോമസ് പെയിൻ. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ജോൺ ലോക്ക് പറഞ്ഞതും തോമസ് പെയിൻ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ഓർത്തിരിക്കണം. വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് ജോർജിയ ഒഴികെയുള്ള രാജ്യങ്ങൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതിനെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അധികാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിനെ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണെന്ന് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വതന്ത്ര പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് വ്യവസായത്തിലായാലും വ്യാപാരത്തിലായാലും അനിയന്ത്രിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജാവിനൊരു നിവേദനം നൽകുകയും രാജാവ് അത് അടിച്ചമർത്താനായിട്ട് ഒരു സൈന്യത്തിനെ അയക്കുകയും ചെയ്തു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിവെക്കുകയും 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ ജോർജ് വാഷിങ്ടണിനെ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കുകയും ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലൂടെ 1776 ജൂലൈ 4 ഒരു സ്വതന്ത്ര പ്രഖ്യാപനം നടത്തുകയുണ്ടായി. പിന്നെ അതിൽ പറയാനുള്ള ഒരു കാര്യം, സ്വതന്ത്ര പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. ഈ ഒരു സ്വതന്ത്ര പ്രഖ്യാപനത്തിലൂടെ 1781 യുദ്ധം അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. 1783 ഈ 13 കോളനികൾക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസണിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനത്തിലാണ് അമേരിക്കയ്ക്കായിട്ട് ഭരണഘടന തയ്യാറാക്കിയത്. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഈ അമേരിക്കൻ വിപ്ലവം അവസാനിപ്പിക്കാനുണ്ടായ ഉടമ്പടി 1783 പാരീസ് ഉടമ്പടിയാണ്. അതുപ്രകാരം
ജെയിംസ് മാഡിസണിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായിട്ടൊരു ഭരണഘടന നിലവിൽ വന്നു. അതിനുശേഷം അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്രയാണ് ഇതിലുള്ളത്. ഇനി നോക്കാം, പിൻകാല ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പിൻകാല സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രമെന്ന ആശയം ലോകത്തിന് നൽകി. അപ്പോൾ ഈ അമേരിക്കൻ വിപ്ലവത്തിലൂടെ ലോകത്തിലെ രാജ്യങ്ങൾക്ക് ലഭിച്ച ഒരു പ്രചോദനം എന്ന് പറയുന്നത് പിന്നീടുള്ള സമരങ്ങൾക്ക് ഒരു പ്രചോദനമായി. പിന്നെ ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ആശയം ഉടലെടുത്തു. എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഇത്രയാണ് ഈ ഒരു അമേരിക്കൻ വിപ്ലവത്തിലൂടെ ലോകരാജ്യങ്ങൾക്ക് കിട്ടിയ പ്രധാനപ്പെട്ട പ്രചോദനങ്ങളെന്ന് പറയുന്നത്.